ബ്ലോഗർ സൂരജ് പാലാക്കാരന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതികരണവുമായി നടി റോഷ്ന ആൻഡ് റോയ്. യുവനടിയുടെ പരാതിയിൽ സൂരജിനെതിരെ നടപടിയെടുത്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വാർത്തകളിൽ തന്റെ പേര് പരാമർശിക്കുക തന്നെ വേണമെന്ന് റോഷ്ന ആൻഡ് റോയ് പറയുന്നു. തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ നടപടിയെന്നും റോഷ്ന ആൻഡ് റോയ് പറയുന്നു. റോഷ്നയുടെ വാക്കുകൾ ഇങ്ങനെ: യുവനടി എന്നൊക്കെ പറയുന്നത് എന്തിന്? മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കുക തന്നെ വേണം. എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടിച്ചേർത്തതുപോലെ നടി റോഷ്ന ആൻഡ് റോയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ. അങ്ങനെ വേണം കൊടുക്കാൻ. എന്റെ പേരിനോടൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല. നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയ പ്രഹരങ്ങൾ കുറച്ചൊന്നുമല്ല. ഞാൻ കണ്ണടച്ച് നേരമിരട്ടി വെളുക്കുമ്പോൾ തന്നെ നടി, ഇവൾ ആര് എന്നൊക്കെയാണ് പരാമർശനം. 5-6 കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചുകൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ പാഷൻ നിങ്ങൾക്ക് കയ്യിലിട്ട് പന്താടാനുള്ളതല്ല. സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നട്ടല് റബ്ബർ അല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല. മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഇതാണ് ശരിയായ രീതി. എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ? ഡ്രൈവർ യദുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിനു വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണെന്ന രീതിയിലുള്ള എത്ര വീഡിയോ ദൃശ്യങ്ങളിൽ പുറത്തിറങ്ങി. എത്ര മോശം കമന്റുകൾ വന്നു. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. ഇവരെ പോലെയുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല. അവർക്ക് ഒരു ദിവസത്തെ വെറും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലെയുള്ളവർ. എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ നടപടി. ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ. നാളെ എന്റെ മക്കൾക്കോ അമ്മയ്ക്കോ എന്നെ പോലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും. തളരരുത്, പൊരുതണം, പൊരുതി തന്നെ ജയിക്കണം. ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്തു. എന്നാലും കുറച്ചു നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ. നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് ഇപ്പോ വരുന്ന ചിലവന്മാർക്ക്, എടോ എന്റെ പണി ഇതല്ല, പക്ഷെ ഇവനൊക്കെ ഇതല്ലേ പണി. ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എന്റെ സത്യത്തിനും എന്റെ നീതിക്കും വേണ്ടി ഞാൻ പൊരുതും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും.